നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2025 ജനുവരി 20 മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് കുബേരയോഗമാണ് വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ഈ കുബേരയോഗം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതോടുകൂടി തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. ധനപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതികളും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് തെളിയുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും സങ്കടങ്ങളും പൂർണ്ണമായും വെടിഞ്ഞ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ കൈവരിക്കുവാനും കുബേരയോഗം ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ കാരണമാകുന്നതായിരിക്കും. അത് ഏതൊക്കെ നക്ഷത്ര ജാതകരിലാണ് കുബേരയോഗം വന്നു ചേർന്ന് ധനാഭിവൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക. ഉറപ്പായും ജീവിതത്തിൽ കുബേര യോഗം വന്നു ചേർന്ന് വളരെ വലിയ മാറ്റങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം കുബേരയോഗം ജീവിതത്തിൽ കൈവരിക്കുന്നതോടുകൂടി തന്നെ കഴിഞ്ഞു പോയ സമയങ്ങളിലെ ദുരിതങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ജീവിതത്തിൽ നിന്നും വെടിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർ വളരെയേറെ ഈശ്വര വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകേണ്ട സമയവും കൂടിയാണ്. കുടുംബത്തിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ നമ്മൾ വിളക്ക് തെളിയിക്കുമ്പോൾ ദേവീ ദേവന്മാരുടെ മുമ്പിൽ പൂവൊക്കെ ഇട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് സർവ്വൈശ്വര്യവും സർവ്വസമ്പത്തും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചെറുതും വലുതുമായിട്ട് അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വിട്ടൊഴിയാൻ നമ്മൾ ഈശ്വര വിശ്വാസം കൊണ്ട് കഴിയുന്നതായിരിക്കും. പിന്നെ കൂടുതലും നിങ്ങളുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളൊക്കെ വന്നു ചേരുക നിങ്ങളുടെ ഭയങ്ങൾ കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകുമോ എന്നുള്ള പേടിയും ഭയങ്ങളൊക്കെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് ഊർജ്ജസ്വലതയോടുകൂടി നിങ്ങൾ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ തൊഴിലായാലും നിങ്ങളുടെ ബിസിനസ്സിലായാലും ശരി നിങ്ങൾ പ്രവർത്തിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചയും ഉന്നതികളും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള അഭിവൃദ്ധിയും ധനാഐശ്വര്യങ്ങളുമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വന്നു ചേരുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം പണം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള കടങ്ങളൊക്കെ പൂർണ്ണമായും വെടിയുന്നതായിരിക്കും. അതായത് കടം പൂർണ്ണമായും ഒഴിച്ചു മാറ്റുവാൻ ഈ സമയം നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതായിരിക്കും. ഈശ്വരൻ്റെ വിശ്വാസവും ഈശ്വര പ്രീതികരമായിട്ടുള്ള പ്രവൃത്തികളിലും ഏർപ്പെടുക. ഉറപ്പായും നിങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളും സർവ്വസമ്പത്തും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ കൈവരുന്നതായിരിക്കും. ഗൃഹനിർമ്മാണത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുവാനും ഈ സമയം അനുയോജ്യമായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ഈ സമയം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യാന്വേഷികളായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഭാഗ്യമൊന്ന് പരീക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. നിങ്ങൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള സമ്മാനങ്ങൾ ലഭിക്കുവാൻ കാരണമായി തീരുന്നൊരു മാസവും കൂടിയാണ് ഈ ഒരു മാസം. അതുകൊണ്ട് തന്നെ ഈശ്വര പ്രീതികരമായിട്ടുള്ള പ്രവൃത്തികൾക്ക് മുൻഗണന കൊടുക്കുക. ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ മന്ത്രം അതിരാവിലെ നിങ്ങൾ ഉറക്കമെഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി നിങ്ങൾ 108 തവണ നിങ്ങൾ ജപിക്കുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന മന്ത്രം ഉച്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ കഴിയുന്നതായിരിക്കും. എല്ലാവിധമായ ദുഷ്ടശക്തികളിൽ നിന്നും അവന് മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങളും വലിയ ബുദ്ധിമുട്ടുകളും അതിന് ഏത് നക്ഷത്ര ജാതകരായിക്കൊള്ളട്ടെ, നിങ്ങൾ ഓം നമഃ ശിവായ മന്ത്രം ജപിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഉറപ്പായും അതിരാവിലെ കുളിച്ച് വൃത്തിയായി നിങ്ങൾ
108 തവണ ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലുക. നിങ്ങൾക്ക് വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾക്ക് മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് മകീര നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ്. കുബേര യോഗം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് വീടില്ലാതെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വീട് വെക്കുവാനുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് കലാശിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച പെൺകുട്ടിയോ പുരുഷനോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ വിവാഹം നടക്കുന്ന ഒരു സമയമൊക്കെയാണ്. നിങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി ഈശ്വരനിൽ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. എത്ര വലിയ ശത്രുതയിലെ കുടുംബങ്ങൾ നിന്നാലും ശരി, അതൊക്കെ മാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് വന്നു ചേരുന്ന സമയമൊക്കെയാണ്. അതുപോലെ തന്നെ നല്ല സർക്കാർ സർവീസുകളിൽ നിയമനങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പരീക്ഷ എഴുതി നിൽക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയേറെ ഈശ്വരാനുഗ്രഹങ്ങളോടി നിറഞ്ഞിട്ടുള്ളൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, ശിവൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക, ശിവന് സമർപ്പിച്ച് നിങ്ങളെ പൂർണ്ണമായും ശിവന് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. കുടുംബത്തിലെ പ്രതിസന്ധികൾ മാറുന്നതായിരിക്കും. കുടുംബത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ദോഷങ്ങൾ വിട്ടൊഴിയുന്നതായിരിക്കും. ഉറപ്പായും നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഈശ്വരൻ്റെ ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും ഏത് നക്ഷത്രക്കാരായിക്കൊള്ളട്ടെ, നിങ്ങൾ ഉറപ്പായും ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക, ശിവക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധമായ മാറ്റങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് ഉറപ്പായും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്ര ജാതകരാണ്. കുബേര യോഗം ജീവിതത്തിലോട്ട് വന്നു ചേരുന്നതോടുകൂടി തന്നെ ഇവരുടെ ജീവിതം സുരക്ഷിതമാകുന്നതായിരിക്കും. വലിയ കടക്കെണിയിൽ നിന്ന് നിൽക്കുന്നവർക്ക് മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ലോണുകൾ സംബന്ധമായിട്ട് നിൽക്കുന്നവർക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിവിധ മേഖലകളിലെ എല്ലാ ഉയർച്ചകളും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. ആരോഗ്യപരമായിട്ട് തൃപ്തികരമായിട്ടുള്ള കാലഘട്ടമാണ്. വളരെ സന്തോഷകരമായിട്ടൊരു ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാനും ഈ സമയം അനുയോജ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ ആയില്യം നക്ഷത്ര ജാതകരാണ്. വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകളൊന്നാണ് ആയില്യം നക്ഷത്രക്കാർ. വളരെയധികം പണം സമ്പാദിക്കുവാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതായിരിക്കും. ജീവിതത്തിൽ വലിയ ഉയർച്ചയ്ക്ക് കാരണമായി തീരുന്ന സമയമൊക്കെയാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റിക്കിട്ടുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തിക അഭിവൃദ്ധികളും സാമ്പത്തിക ഉയർച്ചകളും നിങ്ങൾക്കുണ്ടായി നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാനും കഴിയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഈ സമയം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഉറപ്പായും സമ്പന്നതയും സൗഭാഗ്യങ്ങളും ജീവിത ഉയർച്ചകളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വന്നു ചേരാൻ കാരണമായി തീരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് ഉയർച്ചയുടെ സമയമാണ്. ഈ ശ്രാദ്ധനത്തിൻ്റെ സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. കുടുംബസമേതം നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന വ്യക്തികളാണെങ്കിൽ ഉറപ്പായും നിങ്ങളത് നടത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ പൂർണ്ണമായും അകലുക തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അനിഴം നക്ഷത്ര ജാതകർ, ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ വളരെ സന്തോഷകരമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. ദീർഘനാളത്തെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന സമയമൊക്കെയാണ്. അതുപോലെ തന്നെ എല്ലാ പ്രയാസങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിയുന്നതായിരിക്കും. അടുത്ത തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ പ്രയാസ കാലഘട്ടങ്ങൾ പൂർണ്ണമായും കഴിയുന്ന സമയമാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പത്തും സൗഭാഗ്യങ്ങളും ജീവിത ഉയർച്ചകളൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന സമയമൊക്കെയാണ്. സ്വപ്നതുല്യമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. സർവ്വ ഐശ്വര്യങ്ങളും സർവ്വസമ്പത്തും നിങ്ങൾക്കുണ്ടാകുന്ന സമയമൊക്കെയാണ്. ജീവിതത്തിൽ പടിപടിയായി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടായി തുടങ്ങുന്ന സമയമാണ്. പൂർണ്ണതും സർവേശ്വര അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക. ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ സമയം നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.